പ്രാർത്ഥനാപൂർവം കേൾക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ സന്തോഷമാണ്, നമ്മളത് അറിയിക്കുന്നത്. പക്ഷേ ഇഫക്റ്റീവ് വിറ്റ്നസ്സിങ്, ഫലപ്രദമായ സാക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷം മാത്രമല്ല, അതിൽ വിശ്വാസം, പ്രത്യാശ, എല്ലാത്തിനേക്കാളുപരി ദൈവസ്നേഹം, ഇത്രയും ദൈവിക പുണ്യങ്ങൾ ഈ സാക്ഷ്യാനുഭവം കേൾക്കുമ്പോൾ വിശ്വാസിക്കുണ്ടായാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാക്ഷ്യം പറയാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? ദൈവിക പുണ്യങ്ങൾ നമുക്ക് കൈയടിക്കുമ്പോൾ നമുക്കെന്താ സന്തോഷമാണല്ലോ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മൾക്ക് അത്യാവശ്യം വേണ്ടത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, അനുഭവങ്ങൾ എന്തിനാണ് പങ്കുവെക്കണത്? അവരുടെ അനുഭവം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയല്ലേ അത് പങ്കുവെക്കണേ. ദൈവം മഹത്വപ്പെടാൻ വേണ്ടി മാത്രമല്ല, അവരുടെ അതേ അനുഭവം നമുക്കും ലഭിക്കാൻ വേണ്ടിയാണത് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് കൃപാസനത്തിലെ ഉടമ്പടിയിൽ സാക്ഷ്യം പങ്കുവെക്കുക മസ്റ്റാണ്. എന്താ കാര്യം? ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഭൗതിക സാഹചര്യങ്ങൾ പരിമിതപ്പെട്ട് വരുന്ന ഒരവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ അപമാനം രക്ഷിക്കാൻ വേണ്ടി കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ഭൗതിക സാഹചര്യം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. പക്ഷേ അത് പ്രാർത്ഥന വളരെയേറെ ദൈവം അക്സെപ്റ്റ് ചെയ്യാൻ കാരണം കർത്താവ് തന്ന ഒരു സൂത്രവാക്യമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യാൻ. പക്ഷെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ജീവിത സന്ദർഭത്തിലേക്ക്, സന്നിഗ്ധാവസ്ഥയിലുള്ള ഒരു ജീവിത സന്ദർഭത്തിലേക്ക് ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരും. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പോൾ എപ്പോഴും ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾക്ക് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്ന 3 ദൈവിക പുണ്യങ്ങളെ പ്രഖ്യാപിക്കുന്നതിന്, അതിനെ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ പ്രയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട 2 മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണ്? ചൊല്ലലിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രയോഗിക്കാൻ പറ്റും, ഇല്ലേ? അതാണ് പ്രാർത്ഥന, അല്ലേ? വിശ്വാസം പ്രയോഗിക്കുകയാണ് നമ്മൾ, പ്രത്യാശ പ്രയോഗിക്കുന്നു, ദൈവസ്നേഹവും പ്രയോഗിക്കുന്നു. അതാ ഇനി ചില ഹെവി ഡ്യൂട്ടി സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ ചൊല്ലൽ കൊണ്ട് പറ്റാണ്ട് വരും, പ്രാർത്ഥന കൊണ്ട് പറ്റാതെ വരും. അപ്പം ചൊല്ലൽ മാറ്റിയിട്ട് പിന്നെ ബൈബിൾ എന്താണ് പ്രൊമോട്ട് ചെയ്യണത്? ചെയ്യാൻ പറയും. ചൊല്ലുക, ചെയ്യുക, 2 കാര്യങ്ങളാണ്. വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ പ്രഖ്യാപിക്കാൻ, ദൈവസ്നേഹം പ്രഖ്യാപിക്കാൻ നമുക്ക് 2 തരത്തിൽ പ്രഖ്യാപിക്കാം. ഒന്ന് ചൊല്ലി ചെയ്യാം, ചൊല്ലി പ്രഖ്യാപിക്കാം, പിന്നെ ചെയ്ത് പ്രഖ്യാപിക്കാം. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചൊല്ലിയാൽ മാത്രം പോരാണ്ട് വരും. അതിനാണ് എന്ത് വെക്കണത്? ചെയ്ത് വെക്കണം.
അതുകൊണ്ടാണ് ബൈബിൾ ആദ്യം അവസാനവും ചെയ്ത്തിനെക്കുറിച്ച് പറയും. ഭൗതികമായ സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും പ്രതിസന്ധി വന്നെങ്കിൽ ചൊല്ലൽ മാറ്റിയിട്ട് ചെയ്ത്ത് വേഗാൻ പറയും. അതുകൊണ്ടാണ് അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറയണത്. ഇത് നിത്യതയിൽ ചെല്ലുമ്പോഴും അത് തന്നെയാണ് പറയണത്. ഭൗതിക സാഹചര്യങ്ങളല്ലാതെ ഭൂമി വിട്ട് നമ്മളുടെ ഈ ആയുസ് അല്ലാതെ നിത്യതയിലേക്ക് ചെല്ലുമ്പോഴും ദൈവം പറയും, ചെയ്യാൻ പറയും. ചൊല്ലൽ മാറ്റിയിട്ട് ചെയ്യാൻ പറയും. അതാണ് 7:21 മത്തായിയുടെ സുവിശേഷം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ ഏവനും അല്ല, ചൊല്ലണ ഏവനും അല്ല, പിന്നെ ആരാണ്? ചെയ്യണവനാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ചെയ്യുകയാണ് അവിടെ വരണത്. ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. നിത്യതയ്ക്ക് വരുമ്പോൾ ചെയ്ത്താ വരണത്. അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞത്? നിത്യത നേടാൻ വേണ്ടി എന്താ പറഞ്ഞത്? ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. തമ്മിൽ കൂട്ടി വായിക്കേണ്ടതാണിത്. അവൻ പറയണത് പോലെ ചെയ്യുവേൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബൈബിള് അവസാനിക്കുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേന്. അപ്പം ചെയ്ത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ 2 പ്രാർത്ഥന, 20% പ്രാർത്ഥനയേ ഉള്ളൂ. പറ്റുമെങ്കിൽ നിത്യകുർബാന, അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാന, പിന്നെ കുടുംബ പ്രാർത്ഥന, അതിൻ്റെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും. അത്രേ പ്രാർത്ഥന ബേസിലുള്ളൂ. ബാക്കി അത് 20% ഉള്ളൂ. ബാക്കി 80% എന്താ? ചെയ്ത്ത. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പുതിയ അടുത്ത ദിവസം മുതൽ പുതിയ ഒരു ഫോം കൂടി പൂരിപ്പിക്കേണ്ടി വരും നമ്മൾ. ഉടമ്പടി നിങ്ങളെ സഹായിക്കാനാണ് ശരിക്കും, അല്ല നിങ്ങളെ ഉപദ്രവിക്കാനല്ല. നിങ്ങളെ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തിൽ ക്ലാപ്പ് എന്ന് പറയും. CLAP, ക്ലാപ്പ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ് എന്ന് പറയണത് കൈയടിച്ച് കർത്താവിനെ കരഘോഷം മുഴക്കി കർത്താവിനെ പ്രകീർത്തിക്കാൻ പറയണത് സങ്കീർത്തനം 47:1 ക്ലാപ്പ്. ഈ ക്ലാപ്പിൽ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അതിന് പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 10 ചോദ്യം. ഇപ്പോൾ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്തോ? അപ്പോൾ നിങ്ങൾ പറയും, എന്തെന്ന് പറയും? ഞങ്ങൾ ചെയ്ത്. എന്ത് ചെയ്ത്? ഞങ്ങൾ രോഗിയെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഒരു ചോദ്യം വീണ്ടും വരും: ആ രോഗി വീട്ടിലാണോ, നാട്ടിലാണോ, അപരിചിതരാണോ? അപരിചിതരാണെങ്കിൽ 5 പോയിൻ്റാണ്. പ്രാന്തന്മാരെയൊക്കെ ഒടിച്ചിട്ട് പിടിച്ച് കുളിപ്പിക്കണമല്ലേ? അത് കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതിയാകുമ്പോൾ വിഷയം മാറും. അപരിചിതരാ 5 പോയിൻ്റാണ്. അയൽവാസികളെയും ബന്ധുക്കളെയും ശേഷക്കാരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ നോക്കിയാൽ 3 പോയിൻ്റാണ്. സ്വന്തം വീട്ടിലുള്ള അപ്പനെയും അമ്മയും നോക്കിയാൽ 2 പോയിൻ്റേ ഉള്ളൂ. അത് വീട്ടിലല്ലേ? അപ്പോൾ ഇതിനെല്ലാം പോയിൻറ്റ്സാണ്. ഇതുപോലെയാണ് എല്ലാ വിഷയങ്ങളും വരണത്. എന്തിനാണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യുകയല്ലേ. അപ്പോൾ ഉഡായിപ്പ് പാർട്ടിക്കൊന്നും ഇനി ഉടമ്പടി പറ്റത്തില്ല. കാര്യം ഒന്നും ചെയ്യത്തില്ല. പത്രം മേടിച്ചുകൊണ്ട് അന്തോണിസിനെ ഏൽപ്പിച്ചിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ആൾക്കാരില്ലേ, അവരൊന്നും ഇനി ഉടമ്പടി പുതുക്കത്തില്ല. കാര്യം ഇനി വരാൻ പോകുന്ന ഒരു ഉടമ്പടിയുടെ ജനറേഷൻ എന്ന് പറയണത് സത്യസന്ധമായിട്ട് അവൻ പറയണ പോലെ ചെയ്യും. 1 മാസത്തിനുള്ളിൽ അവർ വിശുദ്ധന്മാരായി മാറും. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താ? ജനങ്ങളുടെ വിശുദ്ധീകരണവും ശക്തീകരണവും. വേറെ ഒരു വിചിത്രമായ ചോദ്യമുണ്ട്: ഇടവകയുമായി നിങ്ങൾക്കുള്ള ബന്ധം എന്താണെന്ന്. സ്വന്തം ഇടവക, പെറ്റ ഇടവകയില്ലേ? നിങ്ങളെ പെറ്റതാരാ? ഇടവകയല്ലേ? ജ്ഞാനസ്ഥാനം നൽകിയതാരാ? ഇടവക. അപ്പോൾ പെറ്റ തള്ളയുമായിട്ട് എന്താണ് ബന്ധം?
ഞങ്ങളൊക്കെ പോറ്റമ്മമാരാ ധ്യാനകേന്ദ്രമൊക്കെ അല്ലേ. ഇപ്പം സ്വന്തം ഇടവകയുമായിട്ട് എന്താണ് ബന്ധം? ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാഗിത്വമുണ്ടോ? സംഘടനയിലുണ്ടോ? ബിസിനസ്സിലുണ്ടോ? 5 പോയിൻ്റാണ് വരും. അത് ഗ്രേസ് മാർക്കൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറയുന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അതിന് റിമാർക്സ് കോളത്തിൽ ഗ്രേസ് മാർക്കുണ്ട്. എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കൊണ്ട് സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റും നിങ്ങളെ. പക്ഷേ ആ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളർന്നു വന്നു. അതായത് ഇതിനകത്ത് വരാൻ പോകുന്ന വിഷയം, ദൈവത്തിനൊരു രീതിയുണ്ടല്ലോ, ദൈവം സത്യസന്ധനല്ലേ. അപ്പോൾ ദൈവത്തിന് നമ്മളെ സഹായിക്കാതിരിക്കാൻ പറ്റാതെ കാര്യം അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും. ശരിക്കും വിശ്വാസം മാത്രമല്ല, പിന്നെന്താണ്, ആത്മവിശ്വാസം കൂടും നമുക്ക്. ഇപ്പം നമ്മൾക്ക് ആത്മവിശ്വാസം കുറവാണ് ആൾക്കാർക്ക്. വിശ്വാസം വർദ്ധിച്ചിട്ട് ആത്മവിശ്വാസത്തിലേക്ക് വരണം. കാര്യം വന്നു കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ണ്ടത് ഉടമ്പടി ഒരു കാലത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദ പ്രെയർ ഓഫ് ദ ടൈമാണ്. പ്രെയർ ബേസ്ഡ് അപ്പോൺ ടൈമാണ്. ടൈമിനെ ബാധിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ ടൈം എങ്ങനെ ചുരുക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഉടമ്പടി ധ്യാനിക്കുന്നത്, ഇല്ലേ? നമ്മളുടെ ഓരോരുത്തരുടെയും ടൈം എങ്ങനെ ചുരുക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഉടമ്പടി ധ്യാനിക്കുന്നത്. അപ്പോഴെപ്പോഴും നമ്മൾ വളരെ വളരെ നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് എപ്പോഴും അച്ഛൻ പറയും ഒരു ഇമോഷണൽ ലൈഫിനേക്കാളുപരി ഒരു ഇൻ്റലക്ച്വൽ ലൈഫാണ്, ബുദ്ധിപരമായ ഒരു ജീവിതമാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ 15 പ്രാവശ്യം IELTS എഴുതി തോറ്റ ആൾ ഇന്ന് ഉടമ്പടി സാക്ഷ്യത്തിലുള്ളതാണ് അല്ലേ. 15 മാത്രം 15 അല്ല, ഉടമ്പടിയുടെ ഏറ്റവും നല്ല ഇതാണ് 42 പ്രാവശ്യം IELTS എഴുതി തോറ്റ ആൾ ഉടമ്പടി ചെയ്തപ്പോൾ പെട്ടെന്ന് മുടിയുടെ സെറ്റ് ആവും. സമയച്ചുരുക്കം പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അങ്ങനെ മരണം വരെ എഴുതിയാലും IELTS പാസ്സാകത്തില്ല. കാര്യം 42 പ്രാവശ്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആൾ ആ ഫോണറ്റിക്സിലോ പ്രൊണൗൺസിയേഷനിലോ എവിടെയെങ്കിലുമൊക്കെ പണി വിട്ടി കാണും. അതൊരിക്കലും നന്നാകത്തില്ല. അപ്പോൾ എന്താ പിന്നെ ഉടമ്പടി മാത്രമേ ആദരവുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിയിലുള്ള പ്രിൻസിപ്പിൾ എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ. കഴിവ് തോറ്റുപോണ സമയമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം നമ്മുടെ കഴിവ് കൊണ്ട് നേടാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കണ കൊറോണ വൈറസിന് നല്ല ജൈവ പ്രതിരോധം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മരുന്ന് അത് കെമിക്കലല്ല, മരുന്നുകളെല്ലാം കെമിക്കലല്ലേ. ശരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പോൾ ജൈവായുധം പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യരാശിക്ക് പ്രതിരോധം വേണ്ടത് ജൈവ പ്രതിരോധമാണ് വേണ്ടത്. ജൈവ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം എക്സ്പെൻസീവ് അല്ല, പിന്നെ സ്കിൽഫുള്ളായിട്ടുള്ള ഒരു സപ്പോർട്ടില്ലാതെ നമ്മൾ പണ്ടെല്ലാം ജീവിച്ച ജൈവ പ്രതിരോധത്തിലല്ലേ ജീവിച്ചത്. ആ ജൈവ പ്രതിരോധം പോയപ്പോഴല്ലേ ഇപ്പോൾ എല്ലാം വന്ന് അണുക്കളെല്ലാം പിടിക്കണത്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക്, ലോകം മുഴുവനുള്ള ശാസ്ത്രജ്ഞന്മാർക്ക്, അതിന് തന്നെ ലോകം മുഴുവനുള്ള കൊറോണ വൈറസ് അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കൊറോണ രോഗം മൂലം വേദനിക്കുന്ന മക്കള്, അതിന് അടിമപ്പെട്ടു പോയ മക്കള്, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ ആരാധന, കരങ്ങൾ വീശി ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന
ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. 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 ശക്തിയോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രസംഗി 7-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ് സരള ഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. കൊറോണ വൈറസിനെ നമ്മളെ സൃഷ്ടിച്ചതാണ്. ഇങ്ങനെയാണ് ലോകത്ത് ക്ലേശങ്ങൾ കൂടുന്നത്. ദൈവം മനുഷ്യനെ സിമ്പിൾ ഹാർട്ടായിട്ട് സൃഷ്ടിച്ചതാണ്. പിന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ആരുണ്ടാക്കിയതാ? മനുഷ്യനുണ്ടാക്കിയത്. അപ്പോൾ മനുഷ്യന് തന്നെ ഇത് പരിഹരിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും നൽകാൻ വേണ്ടി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജൈവ പ്രതിരോധത്തിനുള്ള സാങ്കേതിക വിദ്യകള് വികസിപ്പിച്ചെടുക്കാൻ കർത്താവേ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും വൈദ്യ മേഖലയിലുള്ള എല്ലാ പണ്ഡിതരെയും ആശീർവദിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കർത്താവിന്റെ ചൈതന്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവ പ്രതിരോധത്തിലുള്ള അഭിഷേക ശക്തി എല്ലാ പണ്ഡിതന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊറോണ വൈറസിന് രോഗദുരിതം അനുഭവിക്കുന്നവരെ സൗഖ്യപ്പെടുത്തി ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ സമയത്തെ എങ്ങനെ ചുരുക്കിയെടുക്കാം, അതിന് ഉടമ്പടി നൽകുന്ന 2 പരിഹാര മാർഗങ്ങളാണ്. ഒന്ന് പ്രാർത്ഥനയും പിന്നെ വരുന്ന പ്രവർത്തനങ്ങളും. ഇത് നിങ്ങൾക്ക് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയണ കാരണം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴതല്ല പറയാൻ പോണത്. ഇനി പ്രവർത്തനങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ട ചില ആധ്യാത്മികമായ ചെരുവകളുണ്ട്. എങ്ങനെ പ്രവർത്തിച്ചാൽ സമയം ചുരുങ്ങും. ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ, 50 വയസ്സുള്ള ഒരാൾ ഉടമ്പടി എടുത്തപ്പോൾ കല്യാണം കഴിച്ചു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിസ്സാര കാര്യമാണെന്ന്? ആ സാക്ഷി എന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, വല്യപ്പന്മാരും വല്യമാരൊക്കെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം കേൾക്കുമ്പോഴേ
കാര്യം അന്ന് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് 45 വയസ്സുള്ളൊരു ചേട്ടത്തി കല്യാണം കഴിച്ചായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല കല്യാണത്തിൻ്റെ ലക്ഷ്യം. ഒരു ഇണയും തുണയും ആവുന്നത്രയും ആയുസ്സിൻ്റെ അത്രയും കാലം ഉണ്ടാകണത്, ഒരു കൂട്ടുണ്ടാകണത് വലിയ കാര്യമാണത്. ചിലർക്ക് അത്ര വലിയ കാര്യമല്ല, ചിലർക്കത് ഭയങ്കരമായ ഒരു മസ്റ്റാണ്, അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തി പിടിച്ചു പോകും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അവിടെയൊക്കെ ഉണക്ക കമ്പുകൾ ഒരു പ്രതീക്ഷയാണ് നമുക്ക് തരണത്. കാര്യം ഞാനൊക്കെ അത് പ്രൊമോട്ട് ചെയ്യണത് എന്താണെന്നറിയാമോ? അതായത് ഈ വാഗ്ദാന പേടകത്തിൽ ഒരു ഐറ്റം എന്താണ്? അഹ്റോൻ്റെ ഉണക്ക വടിയ അല്ലേ? അത് ബദാം കായ്ച്ചില്ലേ? അപ്പോൾ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കരിഞ്ഞ് കത്തിക്കാൻ വെച്ചിരിക്കണ എല്ലാം പെട്ടെന്ന് ദൈവിക ഇടപെടലുണ്ടാകുമ്പോൾ പച്ച ഇല വന്നിട്ട് പൂത്തിട്ട് കായ്ക്കും. അത് ഉടമ്പടിയാണ്. 50 വയസ്സ് ഉള്ള ഒരാളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ഉടമ്പടിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഉടമ്പടിയുടെ പ്രൊവിഷനിലുള്ളതാണത്. ഉണക്ക കമ്പുകൾ, പിന്നെ ആകാശത്തിലെ മഞ്ഞ എങ്ങനെ എന്ത് കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ മോസസ് മോസസ് ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്തെടുത്ത് കഴിക്കും? ഈ മരുഭൂമി ഞങ്ങൾക്ക് എന്തുണ്ട്? അപ്പോഴാണ് പറയുന്നത്, അജ്ഞാതമായ മന്നയാൽ ഞാൻ നിന്നെ തീറ്റിപ്പോറ്റും. അജ്ഞാതമായ മന്ന, നിയമാവർത്തനത്തിൻ്റെ 8:3 വരുന്ന അജ്ഞാതമായ മന്ന, അതാണ് കലശത്തിൽ ഇരിക്കണത്. ഉടമ്പടി നമ്മുടെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ 3 സാധനം പോലെ ഇല്ലേ? ഒന്ന് അഹ്റോൻ്റെ പൂത്ത വടി, കരിഞ്ഞ വടികളെല്ലാം കർത്താവിൻ്റെ കൃപ കൊണ്ട് പൂത്ത് വരും. അതുകൊണ്ടാണ് ഈ 10 വർഷമായിട്ട് മക്കളില്ലാത്തവർ ഏറ്റവും നല്ല സാക്ഷി 22 വർഷമായിട്ട് മക്കളില്ലാത്തവർ. അപ്പോൾ കരിഞ്ഞ ഗർഭപാത്രമാണ്, തീർന്നു. 22 വർഷമല്ലേ മക്കളില്ലാത്തത്. ഉടമ്പടി എടുത്തപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അത് ഉടമ്പടിയിലാണ് സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടിയിൽ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം ഈ ടൈപ്പാണ്. അജ്ഞാതമായ മന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞില്ലേ, 6 കോടി കടം. അപ്പോൾ ചെല്ലുമ്പോൾ ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ വില്ലേജ് അവർ കൈ മലർത്തും. 6 കോടി എങ്ങനെ കൊടുക്കാനാ? ലോണേ കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പോഴവർ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ എന്തു ചെയ്യും? അജ്ഞാതമായ മന്ന, അറിയാത്ത വഴികൾ, പുതിയ വഴികൾ കാണിക്കും. വാഗ്ദാന പേടകത്തിൻ്റെ പുറകെ പോകുമ്പോൾ കിട്ടുന്നതാണ് ജോഷുവ 3:3 നീ നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ നടത്തിക്കൊണ്ട് പോകുമെന്ന്. അവർക്കെന്നാ ചെയ്തിരിക്കണം? അവർ ഉടനെ ബാങ്ക് മാനേജർ മാറ്റിയിട്ട് പുതിയ ഒരു ആളെ കൊണ്ടുവന്ന് വെക്കും. അയാൾ മറ്റാളെക്കാളും ഇൻ്റലിജൻ്റാണ്. അയാൾ പറയും, ഈ ഒരു ഫോം ഒന്ന് വെരിഫൈ ചെയ്ത് പൂരിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പൂരിപ്പിക്കാൻ പറ്റുന്ന പ്രെഡിക്കമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നെങ്കിൽ ഞാൻ ഈ കാശ് നിങ്ങൾക്ക് തരാം ബാങ്കിൽ നിന്ന്. അപ്പോൾ വേറൊരു ഫോം ഇഷ്യൂ ചെയ്തിട്ട് അത് ഈ മനുഷ്യനെ പെട്ടെന്ന് അതിൻ്റെ ഡിമാൻഡ്സ് പെട്ടെന്ന് പൂരിപ്പിക്കാൻ പറ്റി. അപ്പോൾ 24 അവേഴ്സിനുള്ളിൽ 6 കോടി രൂപ ബാങ്ക് കൊടുക്കും. അല്ലെങ്കിൽ എല്ലാം ജപ്റ്റ് ചെയ്ത് ചുട്ട് നാട് വിട്ട് പോകേണ്ട കേസാണ്. അപ്പോൾ ഇതാണ് അജ്ഞാതമായ മഞ്ഞു എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ അമ്മയ്ക്കിതെല്ലാം അറിയാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉടമ്പടി പ്രയോഗിക്കുന്നത് അമ്മയുടെ അറിവ് ശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം സമയമായില്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്ന ആ വാഗ്ദാന പേടകമാണല്ലോ. ഈ വാഗ്ദാനത്തിൽ എല്ലാത്തിനും പ്രൊവിഷനുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അവൻ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, അതിന് വരെ എല്ലാത്തിനും പ്രൊവിഷനുണ്ട്, എല്ലാത്തിനും. പക്ഷേ പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അറിയേണ്ട ആൾ പറയണം. അവിടെയാണ് അമ്മയുടെ ഒരു പ്രത്യേകത വരണത്. അവിടെ അതാണ് ഉടമ്പടി ത്രൂ നമ്മൾ ചെയ്യുന്ന മരിയൻ ഉടമ്പടിയാണ് അല്ലേ? മരിയൻ ഉടമ്പടി പദ്ധതിയും പ്രയോഗമൊന്നുമല്ലേ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകമില്ല കേട്ടോ, പുസ്തകം തീർന്നേ, അടുത്ത പ്രാവശ്യം തരാം. അപ്പോഴേ മരിയൻ ഉടമ്പടിയാണ്. കാര്യം അമ്മ പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക്
തീരുമാനം ഉണ്ടാകും. കാര്യം എന്താണ്? അമ്മയ്ക്ക് അറിയാം എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാം. ജ്ഞാനവരം ഉള്ളത് കൊണ്ട്, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായതുകൊണ്ട് അമ്മയ്ക്കറിയാം. അവിടെയാണ് വിഷയം. ഇപ്പം സമയം ആയില്ലെന്ന് ഈശോ പറയുമ്പോൾ അമ്മ പറയും, ആകാത്ത സമയം ആക്കിയെടുക്കാൻ ഉള്ള സൂത്രവാക്യമാണ് അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലാണ് സമയം ഇങ്ങനെ ചുരുങ്ങി വരണത്. സമയം ചുരുക്കം സംഭവിക്കണം അങ്ങനെയാണ്. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ രോഗികളെ കുളിപ്പിക്കുകയോ ലോകം മുഴുവൻ മുഴുവൻ ഭ്രാന്തന്മാരെയും ടിപ്പർ ലോറിക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുക, എന്ത് പണിയൊക്കെ ചെയ്യാൻ പറ്റും, ഏത് പരിപാടിയും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്നല്ല പ്രശ്നം. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ 1000 പേർക്ക് അന്നദാനം നടത്താം. ചിലപ്പോൾ ഒരാൾക്കായിരിക്കും വേറെ ഒരാൾ അന്നദാനം നടത്തണത്, പക്ഷെ അവരുടെ കാര്യം നടക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് തോന്നിയിടാ, ഞാൻ 1000 പേർക്ക് അന്നദാനം നടത്തിയല്ല, അവരൊരാൾക്കല്ലേ അന്നദാനം നടത്തിയുള്ളൂ, എന്നിട്ട് അവരുടെ മകൾ കെട്ടിപ്പോയില്ല, ഞാനിപ്പോഴും കെട്ടാൻ നിൽക്കണില്ല എന്ന് ഓർക്കും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യണം എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. വിത്ത് വാട്ട് സ്പിരിറ്റ് യു ആർ ഡൂയിങ് ദാറ്റ്. അതാണ് എൻ്റെ മർമ്മം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം, ചെയ്യുന്നേക്കാൾ ഉപരി അങ്ങനെ ചെയ്യുമ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതായത് എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എന്നാ ചെയ്താലും എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്, ഏത് അരൂപിയിലാണ് ചെയ്യണത്. അതാണ് ഇപ്പോൾ ലുക്ക 9:55 ചോദ്യമാണിത്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിലൊരു ഒരു കണക്കൂട്ട്, സമയച്ചുരുക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ ചെയ്താലും ചില സമയത്ത് സമയം ലാഗ് ചെയ്യാൻ സാധ്യതയുള്ളത് സ്പിരിറ്റിൻ്റെ ഡിഫറൻസിലാണ്. എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഏതെല്ലാം അരൂപികൾ നയിക്കാം മനുഷ്യനെ? വിശ്വാസത്തിൻ്റെ അരൂപി, പിശാചിൻ്റെ അരൂപി നയിക്കും, അത് വേറെ വിഷയം. അവിടെ നമ്മൾ റെഫർ ചെയ്യേണ്ട കാര്യമില്ല, അത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ ഉടമ്പടിയല്ലേ നമ്മുടെ വിഷയം. അപ്പം നടക്കേണ്ടത് ദൈവാത്മാവിനെ തന്നെയാണ്. പക്ഷെ ദൈവാത്മാവാകുമ്പോഴത്തന്നെയും ദൈവാത്മാവാണ് എന്നല്ല നമ്മൾ നയിക്കപ്പെടണത്, ഇല്ലേ? നമ്മുടെ പ്രവർത്തനങ്ങൾ നയിക്കപ്പെടേണ്ടത് ദൈവാത്മാവിലാണ്, ദുഷ്ടാത്മാവിലല്ലല്ലോ. പിന്നെ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. അത് കൊല്ലാനും നശിപ്പിക്കാനാണ് അവൻ വരണത്. ഞാൻ വന്നിരിക്കുന്ന ജീവനുണ്ടാകാനും. അത് റോമ 10 യോഹന്നാൻ 10:10 നമ്മൾ കർത്താവിൻ്റെ അരൂപിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നശിപ്പിക്കാനല്ല, ജീവൻ സമൃദ്ധിക്ക് വേണ്ടിയാണ്. ഈ ജീവൻ സമൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ്? ജീവൻ സമൃദ്ധിക്ക് വേണ്ടി നമ്മൾക്ക് എങ്ങനെയാണത് നമ്മൾ ചെയ്യണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് അരൂപിയാണ് നമ്മളെ നയിക്കണത്? അപ്പം നമ്മൾ പറയും പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കണത്. ആ റോമ 8:14 വരും. എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ പറഞ്ഞ് ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ റോമ 8:14 ഒന്നിന് പറഞ്ഞേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് പറയുന്ന 9:55 ലൂക്ക, അതിൻ്റെ ഉത്തരമാണ് നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി വരണ ഒരു വിഷയം, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും. ദൈവത്തിൻ്റെ മക്കൾ എന്തെല്ലാം തരത്തിൽ ആ മക്കളുടെ ബന്ധമാണ് പ്രശ്നം. ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ദാനമാണല്ലോ വിശ്വാസം, ഇല്ലേ? ആത്മാവിൻ്റെ ദാനമാണ് വിശ്വാസം, ആത്മാവിൻ്റെ ഫലവുമാണ് വിശ്വാസം. ക്ലിയർ അല്ലേ? സ്നേഹവും ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവും നമ്മൾ വരുമ്പോൾ കിട്ടുന്ന ദാനവും ഫലവുമാണ്. അത് ഐസയ 11:1, ഗലാത്യർ
5:22 ആത്മാവിൻ്റെ ദാനങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളുമാണ്. ആത്മാവിൻ്റെ ദാനങ്ങളിൽ ഐസയ 11:1 വിശ്വാസമൊക്കെ വരണത് ദാനം ഇല്ലേ. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് പറയുന്ന ലൂക്ക 9:55 എന്ത് അരൂപിയാണ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വാസമാണെന്ന് നമ്മൾ പറയും. വിശ്വാസത്തിൻ്റെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ചൈതന്യം, അത് ആത്മാവിൻ്റെ തന്നെ ചൈതന്യമാണ്, പക്ഷേ ആത്മാവിൻ്റെ ദാനമാണ്. ശരിക്കും ആത്മാവിൻ്റെ ദാനമാണ് വിശ്വാസം. പക്ഷേ ഈ ദാനം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോഴാണ് ഗലാത്യർ 5:22 വർക്ക് ചെയ്യണത്. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം അല്ലേ. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ദൈവത്തിന് മക്കളാണെന്ന് പറയുന്ന റോമ 8:14 അനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ആണ് ശരി. പക്ഷേ ഗ്രേഡ് എന്താണ്? ഉടമ്പടി എടുക്കുന്ന മക്കളെ ഗ്രേഡ്, മക്കളുടെ ഗ്രേഡ് ഉണ്ടല്ലോ. എല്ലാ മക്കൾക്കും അപ്പനുമായിട്ട് ഒരേ ബന്ധമാണോ? നിങ്ങൾ പറ. എല്ലാ മക്കൾക്കും അപ്പനുമായിട്ട് ഒരേ ബന്ധമാണോ? അതാണ് പ്രശ്നം. അതാണ് നമുക്ക് ഫലങ്ങളിൽ വൈവിധ്യം വരണത്. ഫലങ്ങളിൽ വൈവിധ്യം വരണത് അതാണ്. എല്ലാ മക്കൾക്കും അപ്പനോട് ഒരേ ബന്ധമല്ല. ഏത് മക്കളോടായിരിക്കും അപ്പന് കൂടുതൽ ബന്ധമുണ്ടാകണത്? അപ്പൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് കേട്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോകുന്ന മക്കൾ. അതിന് വിശ്വാസം മാത്രം പോരാ, അതിന് ദൈവസ്നേഹം വേണം. അപ്പൻ്റെ വാക്ക് കേൾക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിലല്ല, സ്നേഹത്തിലാണ്. പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? ഈ ഗ്രേഡ് അപ്പൻ്റെ നമ്മുടെ റാങ്കില്ലേ ഗ്രേഡ് മക്കളെന്ന ഗ്രേഡ് കൂടണത് വിശ്വാസത്തിലല്ല. നമ്മളെ വിശ്വാസം എന്ന് പറയുമ്പോൾ നോമിനൽ ആയിട്ടുള്ള റിലേഷനാണ് വരണത്. നമ്മളതിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും? സ്നേഹത്തിലേക്ക് എടുക്കണം ഈ സംഭവം. പറഞ്ഞാൽ മനസ്സിലായ? ദാനത്തെക്കാളുപരി, ദാനമാണ് വിശ്വാസം, ദാനത്തെക്കാളുപരി നമുക്ക് വേണ്ടത് ഫലമാണ്. ഉടമ്പടി വർക്കിംഗ് കണ്ടീഷനാകാൻ വേണ്ടത് എന്താണ്? ഫലമാണ്. കാര്യം ഉടമ്പടി തുടങ്ങണത് എന്താണ്? നമുക്ക് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം 50 വയസ്സുകാരന് കല്യാണം കഴിക്കാൻ മെറിറ്റില്ല. ആൾക്ക് 22 വയസ്സല്ലല്ലോ, 24 വയസ്സല്ല, 50 വയസ്സാണ്. അയാളുടെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ആളെ കല്യാണം കഴിച്ചിട്ട് കൊച്ചൊന്നും ഉണ്ടാകാൻ പോണില്ല. അറിയത്തില്ല, കർത്താവ് തന്നാൽ മേടിക്കും നമ്മൾ, പക്ഷേ സ്വാഭാവികമായിട്ടില്ല. അപ്പോൾ ആ മെറിറ്റില്ല, യോഗ്യതയില്ല. പിന്നെന്താ വർക്ക് ചെയ്തിരിക്കണത്? കൃപയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പല വിഷയങ്ങളും അങ്ങനെയാണ് വരണത്. നിയമങ്ങളെല്ലാം രാജ്യങ്ങളിൽ വർദ്ധിക്കുമ്പോൾ മെറിറ്റ് മാറുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ് നിയമങ്ങൾ? ഇപ്പോൾ ആസ്ട്രേലിയ നിയമം മാറി, അപ്പം അന്ന് മെറിറ്റ് പോയി. നമ്മുടെ PR-ൻ്റെ നിയമങ്ങൾ ആസ്ട്രേലിയ മാറി, അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ മെറിറ്റ് പോയി. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഗ്രേസ് ഓപ്ഷൻ ഉള്ളത്. ഗ്രേസിനാണ് ഓപ്ഷൻ ഉള്ളത്, കൃപയ്ക്കാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പം നമ്മൾ വിട്ടുപോരത്തില്ല, നമ്മുടെ അതിൽ നിൽക്കും, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനൊരു പോംവഴി നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമ്മളുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. വിശ്വാസവും പ്രത്യാശയല്ല വേണ്ടത് അവിടെ. പിന്നെ അവിടെ എന്താ വേണ്ടത്? ദൈവ സ്നേഹം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സമയം ചുരുക്കി, അമ്മ എങ്ങനെ സമയം ചുരുക്കിയത്? സമയം ആയില്ലെന്നല്ലേ അമ്മയോട് പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയും. അമ്മ എങ്ങനെ സമയം ചുരുക്കിയത്? വിശ്വാസം കൊണ്ടല്ല, പ്രത്യാശ കൊണ്ടല്ല. നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം ദൈവത്തിന് മനസ്സിലായാൽ സമയം ചുരുങ്ങി വരണ കാണാം. വിശ്വാസം കൊണ്ടൊരു വിഷയം ചിലപ്പോൾ നമുക്ക് 9 മാസം കൊണ്ട് നേടാൻ പറ്റുമെങ്കിൽ പ്രത്യാശ കൊണ്ട് നമ്മൾക്കത് 6 മാസം കൊണ്ട് നേടാൻ പറ്റും. ദൈവസ്നേഹം കൊണ്ട് 3 മാസത്തിൽ താഴെ വെച്ച് നേടാൻ പറ്റും. സ്നേഹത്തിലാണ് വിഷയം ഇരിക്കണമെന്ന് അച്ഛൻ പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയണത്. ആഫ്റ്റർ ഓൾ എല്ലാം ബേസ്ഡ് അപ്പോൺ ദി ഗ്രേസ്. കർത്താവിൻ്റെ കൃപയിലാണ് ആശ്രയിച്ചിരിക്കണമെങ്കിലും നമ്മൾ ജനങ്ങളുടെ അനുഭവ ദൈവശാസ്ത്രമുണ്ട്. ടെക്നിക്കൽ ബിബ്ലിക്കൽ ദൈവശാസ്ത്രത്തെക്കാൾ ഉപരി
ജനങ്ങളുടെ അനുഭവ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ഞാനൊരു 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. 21 ലക്ഷം, അല്ലാതെ 5 ലക്ഷം 2 ലക്ഷമല്ല, ലക്ഷമാണെങ്കിൽ പറയണത്, 1000 അല്ല. ഇത് തന്നെയായിരുന്നു ജോലി. 87 മുതൽ തുടങ്ങിയതാണ്. ഇവിടം വരെ കർത്താവ് നമ്മളെ എത്തിച്ചതാണ്. ഈ ആൾക്കാരെ എല്ലാവരും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് ശ്രദ്ധയോടെ. കാര്യം ഒരാൾ ചിലപ്പോൾ 3 കൊല്ലം 5 കൊല്ലമൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഡയറി എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ സൂക്ഷിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമയിലൊരു റിപ്പോർട്ട് വന്നില്ലേ, ഒരാളെ ഫ്രെഡി എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു അല്ലേ, എന്നിട്ട് സീനയെ ഉപേക്ഷിച്ചു, കോടതിയിൽ ഡൈവേഴ്സ് ചെയ്തു, പിന്നെ സഭയിൽ നിന്ന് അവർക്ക് വിവാഹമോചനം കിട്ടി, പിന്നെ വീണ്ടും അവർ പിരിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ടുമുട്ടി, വീണ്ടും അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമായി, വീണ്ടും അവർ സഭയിൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ കേസ് ഞാൻ എപ്പോഴും ഓർക്കും. അതിൻ്റെ 97 കേസാണത്. 97 ഈ ഫ്രെഡി വരുമ്പോൾ അവർ ഡൈവേഴ്സ്ഡാണ്, ആദ്യത്തെ കല്യാണം. അപ്പോഴേ ഫ്രെഡി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രെഡിയോട് ചോദിച്ചു, ഫ്രെഡി ആരാണ്, ഒരു പേര് പറയും. അയാൾ ഇവിടെ ഇന്നും ജീവിച്ചിരിക്കണ കാരണം ഞാൻ ആ പേര് ഇപ്പം ഇവിടെ പറയണില്ല, ഇത് ലൈവല്ലേ. ഒരു പേര് പറയാം, ആരാണ് ഇയാൾ എന്ന് ചോദിക്കും. അപ്പോഴേ എന്താണ് അച്ഛൻ ചോദിക്കും. അയാൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഡാണെന്ന് പറയും. അയാൾ നിങ്ങളെ ഇതിൽ നിന്ന് മാറ്റാൻ പറയും. ഞാൻ പറഞ്ഞു, ആരാണ് അയാൾ? അയാൾ മീഡിയേഷനിൽ വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള മീഡിയേഷനിൽ വെച്ചിരിക്കുകയാണ്. വൈഫും ഹസ്ബൻഡ് അകന്നു പോയില്ലേ. അപ്പോൾ രണ്ടാമത്തെ മെസ്സേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ചോദ്യം ഫ്രെഡിയോട് ചോദിക്കണ ഇതാണ്, ഫ്രെഡി ഇന്നലെ നിങ്ങൾ ഈ സമയത്ത് 3 മണിക്ക് കർത്താവിൻ്റെ കൂടെയായിരുന്നു, എവിടെയാണത്? അത് തോപ്പുംപടി ആരാധന ചാപ്പലിലാണ് വെച്ചാൽ. അപ്പോൾ ഞാൻ പറയും, ആ മീഡിയേഷൻ ഒഴിവാക്കുക, കർത്താവ് തന്നെ ഇതിൻ്റെ മധ്യസ്ഥം വഹിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയും. അതാണ് 97 ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്തില്ല. അവർ തമ്മിൽ പിരിഞ്ഞു പോയി. കോടതി കേസായി, കോടതിയിൽ നിന്ന് പിരിച്ചൊരു വിവാഹമോചനം മേടിച്ചു. പിന്നെ അത് പള്ളി കൊണ്ടുവന്ന് കൊടുത്തു, പള്ളിയിൽ നിന്നും കിട്ടി. അങ്ങനെ അവർ രണ്ടും രണ്ടായി. പക്ഷേ കർത്താവ് മീഡിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ദിവ്യകുർബാനയാണ് ഞാൻ ദർശനത്തിൽ കണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത്, ഇന്നലെ ഈ സമയത്ത് നിങ്ങൾ കർത്താവിൻ്റെ കൂടെയായിരുന്നു, എവിടെയാണതെന്ന് ചോദിക്കുമ്പോൾ പറയണത് എന്താണ്, ഞങ്ങൾ തോപ്പുംപടി ആരാധന ചാപ്പലിലാണെന്ന് പറയും, അവിടെയായിരുന്നു. അപ്പോൾ പറയും, ആ കൂളിംഗ് ഗ്ലാസ് വെച്ച കക്ഷിയെ ഒഴിവാക്കുക, മറിച്ച് കർത്താവ് തന്നെ ഇതിനെ മീഡിയേറ്റ് ചെയ്യും. പക്ഷേ അത് സ്വീകരിക്കാനുള്ള വിശ്വാസം കുറവായിരുന്നു അവർക്ക്. അത് സ്വീകരിക്കാൻ വിശ്വാസം മാത്രം പോരാ, സമയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കാരണം എന്ത് വേണം? ദൈവസ്നേഹം വേണം. ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ വിശ്വാസം മാത്രം പോരാ, എന്ത് വേണം? ദൈവസ്നേഹം വേണം. അപ്പം അതിൻ്റെ കുറവുള്ളത് കാരണം അവർ പിരിഞ്ഞു, സഭയിൽ നിന്നും കൊടുത്ത് പിരിഞ്ഞു. പിന്നീട് ഞാൻ ആ ഇടവകയിൽ നിന്ന് പോയി, തൈക്കെന്ന് പോയിട്ട് ഞാൻ വേറെ പല ഇടവക ഇരുന്നതിന് ശേഷം വാടക്കയിൽ പോയി. അവിടെ 2003 96 കൊല്ലമായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നെ വിളിച്ചു ഫോണിൽ. ഞാൻ ഫ്രെഡിയാണ്, എന്നെ ഓർക്കുന്നുണ്ടാച്ചാന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ എന്നെ വിളിക്കാൻ കാര്യം എന്ന് പറഞ്ഞപ്പോൾ, അച്ഛാ ഞാൻ 5 വർഷത്തിന് ശേഷം സീനയെ ഇന്ന് എറണാകുളത്ത് വെച്ച് കണ്ടു, മറൈൻ ഡ്രൈവിൽ. അപ്പം ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോഴേ ഇല്ലെന്ന് പറഞ്ഞു. 5 മിനിറ്റ് നമുക്കിരുന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിലിരുന്ന് 5 മിനിറ്റ് സംസാരിച്ചു. ഇപ്പം ഞാൻ അച്ഛനെ വിളിക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും കല്യാണം കഴിച്ചാൽ ആഗ്രഹമുണ്ട് അച്ഛാ, കൂതാശ ചെയ്യാൻ. അത് നടക്കാത്ത കാര്യമാണ്. ഒരു കത്തോലിക്കരെ ഒരു ദമ്പതികൾ ഇല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് അവർ പിരിഞ്ഞു, പള്ളി എറിഞ്ഞും പിരിഞ്ഞു, കോടതിയിലും പിരിഞ്ഞിട്ട് വീണ്ടും പള്ളി എറിഞ്ഞ് കൂതാശ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിറക്കിൾ. അപ്പം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്താ കാര്യം? പണ്ട് കർത്താവ് പറഞ്ഞില്ല, ആ കൂളിംഗ് ഗ്ലാസ്സുകാരനെ ഒഴിവാക്കുക, ഞാൻ ഈ വിഷയം ടേക്കപ്പ് ചെയ്യും, ഞാനാണ് മധ്യസ്ഥൻ എന്ന് പറഞ്ഞില്ലേ. അത് ഉൾക്കൊള്ളാനുള്ള ദൈവസ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ കർത്താവ് അവിടെ വിശ്വസ്തനായി നിൽക്കുക.
ഞാൻ പെട്ടെന്ന് അവരെ വിളിച്ച് പിറ്റേ ദിവസം അവരെ ഒന്ന് കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു രൂപതയിൽ ഉടനെ ചെല്ലണം. രൂപതയിൽ ചെന്നു. അവർ കൊച്ചു രൂപതയാണ്. അപ്പോൾ അഫീന്ന് പിതാവ് പറഞ്ഞു, ഇപ്പോൾ ഫസ്റ്റ് കേസാണ് ഇങ്ങനെ വരണത്, നീ കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞു. പിന്നെ 3 മാസം കൗൺസിലിങ്ങിന് പോയി. കാര്യം ഇതിങ്ങനെ ഇനിയും കല്യാണം കഴിച്ച് ഇനിയും പിരിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ? അതുകൊണ്ട് അവർക്ക് വല്ല മാനസിക പ്രശ്നങ്ങളുണ്ടോ അറിയാൻ വേണ്ടി ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം പിതാവ് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് പിതാവ് എനിക്ക് എഴുതി, നിങ്ങൾക്കിത് ബ്ലെസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ ഇടവകയെ വിളിച്ചു. ഞാൻ അവരുടെ കല്യാണം 2ാമത് ബ്ലെസ് ചെയ്തു. ഇപ്പോൾ ഈ ക്രിസ്മസ് വന്നപ്പോഴേ 25 കൊല്ലമായി ആദ്യ കല്യാണത്തിൻ്റെ ജൂബിലി വന്നു. അതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വിഷയം ഇപ്പോൾ ഇവിടെ അറിയാതെ ഓർത്തു പോയതാണ്. ഓർക്കാൻ കാരണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇവിടെ ഒരു ദൈവം ഒരു സന്ദേശം നൽകുമ്പോൾ നമ്മളുടെയൊക്കെയെന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസമാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മളെ ലീഡ് ചെയ്യേണ്ടത് എന്താണ്? 9:55 ലൂക്ക. എന്താണ് നമ്മളെ ലീഡ് ചെയ്യേണ്ടത്? നമ്മൾ നയിക്കേണ്ടത് എന്താണ്? 3 കാര്യങ്ങളെ പാടുള്ളൂ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിൽ സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ദൈവസ്നേഹമാണ്. അപ്പം നിങ്ങൾ രോഗികളെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത, ഓർമ്മയില്ലാത്ത പ്രായമുള്ള ആൾക്കാരെ കുളിപ്പിച്ച് കഴിയുമ്പോൾ സോപ്പ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ മോന്തക്കെട്ട് അടിച്ചെന്ന് വരും അവർ. അപ്പോൾ നോക്കാം പിശാച് ചെന്ന് വെറുതെ അടി മേടിച്ച് തരാം. വല്ല കാര്യമുണ്ട്, എവിടെയെങ്കിലും ചത്ത് കൊണ്ട് അടക്കിയാൽ മതിയായിരുന്നു. ഞാൻ ചെന്ന് കുളിപ്പിക്കാൻ പോയി ഇതേ പണിയായെന്ന്. അതെന്താണ്? നീരസ അപ്പം കർത്താവ് ചോദിക്കും, നീ ഇങ്ങനെ അടി മോന്തക്കെട്ട് കൊണ്ടപ്പോഴേ വലിയമ്മനെ അമ്മുമ്മനെ കുളിപ്പിക്കാൻ പോയതാണ്, അടി പാഴ്സൽ മോന്തൊക്കെ കിട്ടിയ കഴിഞ്ഞപ്പോഴേ നമുക്കൊരു ശാപം തോന്നി. അപ്പം കർത്താവ് ചോദിക്കും, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. കാര്യം അവളിൽ നിന്നൊന്നും കിട്ടത്തില്ല നമുക്ക്. ഇപ്പം കണ്ണ് കാണാത്തവരെ ശുശ്രൂഷിച്ചാൽ നമുക്ക് വല്ലതും കിട്ടുമോ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബോധമില്ല, ഓർമ്മയില്ല, ചിലപ്പോൾ ഭ്രാന്തുമാണ്. ഭ്രാന്ത് വന്നാൽ ഒരു നന്ദിയുടെ വാക്ക് പോലും നമുക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ ഉപദ്രവങ്ങൾ കിട്ടും. നമുക്കൊന്ന്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാൻ പറയണത്. സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സമർപ്പണം എന്നും പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്? സമർപ്പണം, അത് സ്നേഹം തന്നെ റൈപ്പാകുമ്പോൾ സമർപ്പണമായി പോണതാണ്. സ്നേഹമില്ലേ? ഈ സ്നേഹം തന്നെ ആണെങ്കിലും അതിലും ചിലപ്പോഴും നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം, ഒന്നുമില്ലെങ്കിൽ ഇതാരാണ് എന്നെ കുളിപ്പിക്കണത്? എൽസമ്മ അല്ലേ? ഓ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെയും കുഞ്ഞുങ്ങളെയും എന്ന് ആ വാർദ്ധക്യം പിടിച്ച രോഗിയെ നമ്മളൊന്ന് ആശീർവദിക്കുകയാണെങ്കിൽ നമുക്കൊരാശ്വാസം. ഒന്നുമില്ലെങ്കിൽ എൽസമ്മയാണ് കുളിപ്പിക്കണമെന്നെങ്കിലും മനസ്സിലായില്ല. ഇതിപ്പോൾ കുളിക്കണ ആളിനറിയത്തില്ല ഇത് എൽസമ്മയാണോ ത്രേസ്യാമ്മയാണോ കുളിപ്പിക്കണമെന്ന്. പിന്നെ ഈ പണ്ടാരത്ത് കുളിപ്പിക്കാൻ പോകണത് എന്തിനാണെന്ന് നമുക്ക് തോന്നും. കാര്യം ഒന്നും കിട്ടത്തില്ലല്ലോ, ഒരു നല്ല വാക്ക് കിട്ടത്തില്ല, നമ്മളെ തിരിച്ചറിയാനും പോലും പറ്റത്തില്ലല്ലോ. നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ ഓർക്കുക, നമ്മൾ ആരെയും കുളിപ്പിക്കണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ. അതാണ് സംഭവം. നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്തവരും നമുക്ക് പ്രതിസ്നേഹം കിട്ടാത്തവരും നമ്മളെ അംഗീകരിക്കാത്തവരെയും നമ്മൾ കർത്താവിന് നാമത്തിൽ ശുശ്രൂഷിക്കേണ്ടി വരുമ്പോൾ യു മസ്റ്റ് നോ ബൈ നോ മീൻസ് അത് ചെയ്യണത് അവരെയല്ല, മറിച്ച് കർത്താവിനെയാണെന്ന് അറിയണതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഉണ്മ. കൈയിടിച്ച് കർത്താവ് ദൈവമേ ഉടമ്പടി സംബന്ധ യോഗങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ എന്ന് ലോകത്തെ സുവിശേഷവൽക്കരിക്കുകയാണ് ഉടമ്പടിയുടെ അമ്മയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം, മറ്റുള്ളവരും കേൾക്കാൻ. അവർക്കും ഈ ഉടമ്പടി എടുത്തുപോയ കുറേ അധികം ആയിരക്കണക്കിന് ആൾക്കാരില്ലേ, അവരെല്ലാം ഇത് കേൾക്കാത്തവർ കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യേണ്ടതാണ്. ലൈവായി കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾ ആ പ്രോഗ്രാം ശുശ്രൂഷകളെ ഷെയർ ചെയ്യുക. ദൈവനാമം മഹത്വത്തിനായി, സുവിശേഷത്തിൻ്റെ പുരോഗതിക്കായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, യൂട്യൂബിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ, അത് ഷെയർ ചെയ്ത മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
കൃപാസനത്തിന് കർത്താവ് കഴിഞ്ഞ വർഷം തന്ന 2 നന്മകളാണ്. ഒന്ന് ഡേറ്റ് വെച്ച് പ്രാർത്ഥനയും കൈവച്ച് പ്രാർത്ഥനയും. കൈവച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? രോഗമുള്ള ഇടത്ത് നമ്മൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കും. എന്തോ ഒരു വലിയ വലിയ സൗഖ്യങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. ആ കുഞ്ഞ് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനെ കൊണ്ട് ബ്രദർ പറയിപ്പിച്ചു. അത് വലിയ നല്ല കാര്യമായിപ്പോയി. കുഞ്ഞാണെങ്കിലും അവൾ നല്ല മിടുക്കിയാണ്. എല്ലാം നല്ല ചിട്ട പോലെ പറഞ്ഞു. എല്ലാ മേഖലകളിലും കർത്താവ് ഇനി ഒന്നുമില്ല. ശരിക്കും ഒരു മനുഷ്യനെ ഉണ്ടാകാൻ സാധ്യതയുള്ള പരമാവധി എല്ലാ രോഗങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഉടമ്പടിയിലെ അനുഭവങ്ങളിൽ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റു പറയണം. അന്ധതമസ് അത്രയും കഠിനമായത് കാരണം വെളിച്ചം കിട്ടുമ്പോൾ പകർന്ന് കൊടുക്കണം. വിശ്വാസത്തിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ അത് പകർന്ന് കൊടുക്കണം എല്ലാവർക്കും. അപ്പോൾ അതിനാണ് ഷെയറിങ് എന്ന് പറയുന്നത്. നിങ്ങളും വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ വേണ്ടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ബ്രഹാത്തിൽ നിറഞ്ഞ വിശ്വാസ ചൈതന്യം, എലീശായിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ചൈതന്യം, കർത്താവേ, അപ്പോസ്തലന്മാർ നിറഞ്ഞ വിശ്വാസ തീഷ്ണത ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകമായി നൽകണമേ. ഹല്ലേലൂയ. കൈവെപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. ഉദര രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ഉദരത്തിൽ കൈവെക്കാവുന്നതാണ്. ഉദര രോഗികളെന്ന് പറയുമ്പോൾ ഈ രോഗം നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞില്ലേ മോസസിനോട്? മോസസ് ജനങ്ങളോട് പറഞ്ഞില്ലേ? അത് കർത്താവ് നൽകിയ വചനം മോസസ് വിശ്വസിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല. അപ്പം ഇന്നെന്ന് പറഞ്ഞ ഒരു സമയമാണ്, നാളെയും ഒരു സമയമാണ്. സമയത്തെ ചുരുക്കുകയാണ് ശരിക്കും. അപ്പം ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളെ മോസസ് അതുപോലെ വിശ്വസിച്ചു. നിങ്ങൾ ഇന്ന് കാണുന്ന ക്യാൻസർ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് അൾത്താരയിൽ നിന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ വചനം പോലെ വിശ്വസിച്ച് കഴിയുമ്പോൾ, സ്നേഹത്തോടെ വിശ്വസിച്ച് കഴിയുമ്പോൾ കർത്താവ് നിൻ്റെ വിശ്വാസത്തിന് മറുപടി നൽകിക്കൊണ്ട് നിൻ്റെ രോഗത്തെ ഏറ്റെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. ഉദരരോഗം എന്ന് പറയുമ്പോൾ അറിയാതെ ഈ വയറ്റിലേക്ക് സിസ്റ്റ് ഉണ്ടാകത്തില്ലേ? അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ ഗർഭാശയ കുഴലുകൾക്ക്, ഫെല്ലോപ്പിയൻ ട്യൂബുകൾക്കെല്ലാം ബ്ലോക്ക് ഉണ്ടാകും. ചിലപ്പോൾ ഉദരത്തിൽ ഇങ്ങനെ ട്യൂബിൽ ഗർഭം ധരിക്കുന്ന പ്രകൃതം ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ ഒരു ട്യൂബ് നഷ്ടപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ മൂത്രാശയത്തിൽ കല്ലുണ്ടാകാം. ഇപ്പോൾ ഇന്ന് ആദ്യത്തെ സാക്ഷ്യം കണ്ടില്ലേ? ബാത്റൂമിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ പൊട്ടി മൂത്രം ഒഴിച്ചപ്പോൾ കല്ല് കിടക്കണത് ഞാൻ ബാത്റൂമിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അത്രയും കൃത്യമായിട്ടാണ് അമ്മ ഇടപെടുന്നത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസം കുറച്ചുകൂടി വിശ്വാസം പോരാ, ദൈവസ്നേഹം വേണമെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ? അതാണ് കാരണം. ദൈവസ്നേഹത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കല്ലും, പാങ്ക്രിയാസിൽ കല്ലുള്ളവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലും, അങ്ങനെയുള്ളവരൊക്കെ കൈവെക്കുക. വേദനയുള്ള സ്ഥലത്ത് കൈവെക്കുക. വേറെയും ഒരു ദൈവസ്നേഹ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് എൻ്റെ മക്കളെ രോഗികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. അവർ ശത്രുക്കളാണെങ്കിലും അവർ സുഖപ്പെടണം. അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റൈലിന് വേണമെങ്കിൽ കർത്താവേ എൻ്റെ ശത്രുക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം നിൻ്റെ സ്റ്റൈലും വേഷം കെട്ടൊക്കെ കർത്താവിന് അറിയാവുന്ന കാരണം ആ നമ്പർ അവിടെ ഓടത്തില്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം?
ഞാൻ പറയണത് സത്യമാണെന്ന് പറയാൻ വേണ്ടി നീ ശത്രുക്കൾക്ക് വേണ്ടി ഉപവസിക്കണം. നീ ഉപവസിക്കുന്ന ദിവസം ശത്രുക്കളെ ഓർക്കണം. അവർ നന്നായിട്ട് ജീവിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശത്രുവിനെ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ദൈവത്തെ പേടിച്ചാൽ മതിയല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഒരു ശത്രുവിനെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെ പേടിക്കേണ്ടത്? ദൈവത്തെ. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ള കാര്യം. ശത്രുക്കളെക്കുറിച്ച് കർത്താവ് എന്നാ പറഞ്ഞത്? അവർ ചെയ്യണേ എന്താണെന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ട് അവർ ക്ഷമ അർഹിക്കുന്നവരാ. അതാണ് കർത്താവിൻ്റെ ഒരു നിലപാട്, അതാണ് നമ്മുടെ നിലപാട്. ഇപ്പോൾ അവർ ചെയ്യണ പല കാര്യങ്ങളുണ്ട്. വഴി തരണില്ല, വീട് ബ്ലോക്ക് ചെയ്യണ്, നടക്കാൻ അനുവദിക്കണില്ല, പച്ചത്തെറി പറയുന്നു, കൊട്ടേഷനക്കാരെ വിടുന്നു, അങ്ങനെ പല നമ്പറുകൾ അവർ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ താഴെയാണ്. നീ ദൈവസ്നേഹം വളർത്ത് ദൈവ പൈതലേ. അപ്പം നിൻ്റെ പവർ എല്ലാത്തിനേക്കാൾ മുകളിലായിരിക്കും. ഇനി നെഞ്ചുവേദനക്കാർ, ഈ മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവെക്കാം കേട്ടോ. നെഞ്ചുവേദനക്കാർ നെഞ്ചിൽ കൈവെക്കണം. അവിടെ കരളിൻ്റെ അസുഖമുള്ളവരുണ്ട്, അവർ നെഞ്ചിൽ കൈവെക്കണം. നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക, നെഞ്ചിൻ കൂട്ടിൽ കൈവെക്കാം. ഹൃദയത്തിന് അസുഖമുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരള്, പാങ്ക്രിയാസ്, പ്ലീഹ, അവരെല്ലാം നെഞ്ചിൻ്റെ കൂടിന് താഴെയാണ് കൈവെക്കേണ്ടത്. ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറയുന്ന ആ വചനത്തിൽ മോസസ് വിശ്വസിക്കാനെടുത്ത സമയം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഈ രോഗം ഇന്നില്ല. ബൈബിൾ എപ്പോഴും നാളെ എന്നാണ് പറയണത്. പുതിയ നിയമം അത് പഴയ നിയമത്തിൻ്റെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുക, നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പുതിയ നിയമത്തിൽ നാളെ പറയത്തില്ല, ഇന്നേ പറയത്തുള്ളൂ. അമ്മയുടെ കാലമായപ്പോൾ അതിപ്പോഴാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ നാളെ വീഞ്ഞാകുമെന്ന്, വൈകുന്നേരം വീഞ്ഞാകുമെന്നല്ല, അപ്പോഴവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയത്തിൽ തത്സമയം വെള്ളം വീഞ്ഞാകണം. അതുകൊണ്ട് അമ്മയോട് പറയുക, പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധ അമ്മേ, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ ഈ നിമിഷം അമ്മ യേശുവിൻ്റെ സന്നിധാനത്തിൽ ഇപ്പോൾ സമർപ്പിക്കണമേ. ഉദര രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, വലിവ് ആസ്മ, കരള് രോഗങ്ങള്, അമ്മേ പരിശുദ്ധ അമ്മേ, ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. യേശുവിന്റെ നാമത്തില് ഉദര രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, പിസിയോടി രോഗങ്ങള്, പിഷ രോഗങ്ങള്, എല്ലാ തരത്തിലുള്ള ഉദര രോഗങ്ങള്, എല്ലാ തരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, കരള് രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, പാൻക്രിയാസ് രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, മാരക രോഗങ്ങള് ദിവ്യകുമാരുടെ അഭിഷേക ശക്തിയാൽ സൗഖ്യം നൽകുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഉദര രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്നു. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് എന്നെ സ്പർശിക്കുകയാണ്. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തൈറോയ്ഡ് രോഗികളാണ്, ടോൺസിൽ രോഗികൾ, സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കേണ്ടതാണ്.
ശിരസംബന്ധമായ രോഗങ്ങൾ, കണ്ണിന് കാഴ്ചക്കുറവ്, ഒരു കണ്ണിൽ കൈവെക്കണം. കണ്ണിന് മറ്റു രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ശിരസംബന്ധമായ രോഗങ്ങളുള്ളവർ എല്ലാ ശിരസംബന്ധമായ രോഗങ്ങൾക്കും വേണ്ടി നെറ്റിയിലെ ഈശോ നാമത്തിൽ കൈവെക്കുക. നടുവേദനക്കാരുണ്ട്, അവർ നടുവിൽ കൈവെക്കുക. അസ്ഥികൾക്ക് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവെക്കുക. പ്രകടമായ രോഗങ്ങളും വേദനയും അനുഭവിക്കുന്ന അവയവങ്ങളുടെ സ്ഥാനത്ത് ഓരോരോ രോഗങ്ങളുള്ളവർ അതാത് രോഗസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. എന്നെ ശ്രവിക്കുന്ന ഓരോ നാടുകളിലും വീടുകളിലും ഇരുന്നുകൊണ്ട് ശുശ്രൂഷ കൂടുന്നവരെ ഒക്കെ നിങ്ങളുടെ രോഗ ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, എൻ്റെ ശരീരത്തിലും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ശരീരത്തിലും എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം സുഖപ്പെടുവാൻ യേശുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ ഈ ആരാധനയുടെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങള്, രോഗദുരിതങ്ങള് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന മക്കള് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുസ്തകമായി കൈകൾ പിണച്ച് വെച്ച് സമ്പൂർണ്ണ ശരീരം കർത്താവിന് സമർപ്പിക്കേണ്ടതാണ്. വാതരോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. നാക്കിലുണ്ടാകുന്ന പുപ്പലുകൾ, തൊലി പൊളിഞ്ഞു പോണ അവസ്ഥകൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗങ്ങൾ, പിരിസ് വരാത്തവർ, പിരിസ് വന്നാൽ നിൽക്കാത്തവർ, അതിന് പ്രത്യേക ടൈമില്ലാത്തവർ, പലതരത്തിലുള്ള സ്രാവങ്ങൾ, ഓരോരോ ശരീര ദൂരങ്ങളിൽ നിന്ന് കൺട്രോളില്ലാതെ പുറത്തു വരുന്നവർ, അവർക്ക് തന്നെ അവരെ തന്നെ അറപ്പായിട്ട് നടക്കുന്ന അവസ്ഥകൾ, ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പുകൾ, രക്തസ്രാവങ്ങൾ, അറിയാതെ മലമൂത്രങ്ങൾ വിസർജിക്കപ്പെടുന്ന അവസ്ഥകൾ, പൊള്ളുന്ന വയറുവേദന, കണ്ണിൻ്റെ വേദന, പല്ലുവേദന, ചെവി വേദന, എരിയുന്ന പൊരിയുന്ന പുകച്ചിലുള്ള ത്വക്ക് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ കർത്താവിന് സമർപ്പിക്കുക. എപ്പിലെപ്സി രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ കർത്താവിന് സമർപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബാധ, പ്രേത, പിശാച്, പേടികൾ, സൈക്കാട്രിക്കായിട്ടുള്ള രോഗങ്ങളുള്ളവർ വിശുദ്ധ രക്തത്താൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ രക്തത്താൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവേ അങ്ങ് നൽകുന്ന സൗഖ്യങ്ങള്, തീരാവ്യാധികളിൽ നിന്ന് കർത്താവേ വന്ന മോചനങ്ങള്, സൗഖ്യം നന്ദി പറയുന്ന കർത്താവേ, തിന്മകളുടെ ശക്തികളിൽ നിന്നും കർത്താവേ മോചനം നൽകി നന്ദി പറയുന്നു, അഭിഷേകം ചൊല്ലി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, അടിച്ചുകൊണ്ട് പാടാം. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ സൗഖ്യം. കൈകൾ ഉയർത്തി. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദൈവസ്നേഹത്തോടെ പാടാം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന മറ്റ് വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ മൗനമായി ഓർക്കണം കേട്ടോ, ഉടമ്പടിയിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കണമെന്ന്. അത് സമർപ്പിക്കേണ്ട സമയമാണ് പരിശുദ്ധ അമ്മ വഴി. അതിനാണ് നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് വരുന്നത്. ജോലിയില്ലാത്തവർ, സാമ്പത്തികമായി ഇപ്പം കുറേ സാക്ഷികൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയതാണ്. സാമ്പത്തിക വിഷമങ്ങളുടെ മേൽ ഗൗരവതരമായ ഇടപെടലുകൾ വരുന്ന സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, പഠനങ്ങളിൽ ഒത്തിരി പേര് കുരുങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ വൈറസായിട്ട് പോന്നിട്ടുള്ള ആൾക്കാരില്ലേ, ചൈനയിൽ നിന്നൊക്കെ പോന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവരെല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ വിദേശ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചു വന്നിട്ട് കുറച്ച് പേര് ഇന്ത്യൻ ടെസ്റ്റ് ചെയ്തിട്ട് പാസ്സാകാതെ ഇരിക്കുന്നുണ്ട്. അവരെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുക. കുടുംബത്തിൽ സമാധാനമില്ല. എല്ലാം ഉണ്ട്, പണമൊക്കെ ഉണ്ട്, സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ തമ്മിൽ ഒരു മിണ്ടാട്ടമില്ല. ഉള്ളിലൊക്കെ വെറുപ്പാണ് ഭയങ്കര. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ വീട്ടുകാരോടല്ല സംസാരിക്കണം, മൊബൈലിൽ നാട്ടുകാരോടെ സംസാരിക്കണം. ഇങ്ങനെയുള്ള കുറേ സങ്കടപ്പെട്ട കുടുംബങ്ങൾ, അവരെല്ലാം ഇപ്പോൾ ഓർക്കണം. നിങ്ങൾ അവിടെ എല്ലാം സമാധാനം ഉണ്ടാകണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, അതിശക്തമായി ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സങ്കടപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങൾ, വേദനകൾ കയറി കഴിയുന്ന വ്യക്തികൾ, കർത്താവ് കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവര്, കർത്താവ് തീരാവ്യാധികൾ, വിഷമതകൾ, പ്രയാസങ്ങൾ, ജപ്തി നടപടികൾ, കേസുകൾ അടിമപ്പെട്ട് കഴിയുന്നവര്, മക്കളെക്കുറിച്ച് ആകുലപ്പെട്ട് കഴിയുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്പർശിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ അടയാളം കാണിക്കുന്നുണ്ട്. ഇത് രക്ഷപ്പെടും. നിങ്ങൾ കാർഷിക മേഖലയുമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ ഇന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവിടെ തളിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് ചിലപ്പോൾ രാത്രിയാകും ചിലരൊക്കെ വീട്ടിലെത്തുമ്പോഴൊക്കെ. കാർഷിക മേഖലയിലുള്ള തടസ്സങ്ങൾ, ചിലപ്പോൾ ചരക്ക് വീട്ടിലിരിക്കുന്നുണ്ടാകും. ഏലം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഹാർവസ്റ്റിങ് കഴിഞ്ഞ് വീട്ടിൽ വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ കുരുമുളകും വില കുറവായതുകൊണ്ട് ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ടാകും. അപ്പോൾ അതുമേലെല്ലാം ഇത്